ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ചെടി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ കയ്യിലുള്ള റെഡ് കളറിൻ്റെ ഒരു റോസാണ്. ഞാൻ കുറേ നാളായി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് അങ്ങനെ അത് കുറച്ച് ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ വേറെ ചെറിയൊരു പോട്ടിലോട്ട് അതിൻ്റെ കട്ടിങ്സൊക്കെ നട്ടു കൊടുക്കും. എന്നിട്ട് അത് ചെറിയ തണലത്തേക്ക് മാറ്റി വെച്ചിട്ട് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വേര് വരും. ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വേര് വരും. എന്നിട്ട് പിന്നെ കുറച്ച് വലിയൊരു പോട്ടിലോട്ട് മാറ്റി നടും. അപ്പോൾ കുറേ ചെടികൾ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളതാണ് പതിവായിട്ട്. അതങ്ങനെ തണലത്ത് സേഫായിട്ട് വെച്ചു. എന്നിട്ട് നോക്കിയപ്പം ദേ ആമ്പൽക്കുളത്തിലൊരിത്തിരി കുഞ്ഞൻ. ആ പൂവ് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. വളരെ ചെറുതായിട്ടുള്ളൊരു പൂവാണ്. ഇത് ദേ ഈ കാണുന്ന വാട്ടർ പ്ലാന്റിൻ്റെ പൂവാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. തീരെ ചെറുതായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിന് ഫ്ലവർ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം എനിക്കിത് മനസ്സിലാവുന്നതിന് ഇത്രയും ചെറിയ പൂവ് നല്ല ഭംഗിയുള്ളൊരു പൂവ് ഉണ്ടാവുമെന്ന്. ഇടയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ട്. നല്ല രസമുണ്ട്, സൂപ്പർ. പിന്നെ കുറച്ച് മണി പ്ലാന്റ്സ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു ഹാങ്ങിങ് പോട്ടിലോട്ട് നട്ടിട്ട് അത് ബുഷിയായിട്ട് വളർത്തണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ നിറച്ച് നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കാൻ. സിറ്റ് ഔട്ടിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ വേറെയും കുറച്ച് പ്ലാന്റ്സൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടെ ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്ന് കൊണ്ടൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെയാണ് കേട്ടോ സൈഡിൽ. സിറ്റ് ഔട്ടിൽ അത് ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം. ഇത് എൻജോയ് പോത്തോസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ, എങ്കിലും നോക്കാം നമുക്ക്. പിന്നെ അവിടെ ഒരു ജമന്തി ഒരെണ്ണം തറയിൽ വെറുതെ നിൽപ്പുണ്ടായിരുന്നു. അതിനെ ഒന്നും എടുത്ത് അതിൻ്റെ വേരൊന്നും പൊട്ടാതെ പറിച്ചെടുത്തിട്ട് അത് ഒരു പോട്ടിലോട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അതിൽ ഓൾറെഡി ഞാൻ മണ്ണൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു പോട്ടായിരുന്നു. നേരത്തെ നട്ട ഏതോ ചെടി കരിഞ്ഞു പോയതാണ്. മറ്റേ വേനൽക്കാലമൊക്കെ ആയ സമയത്ത് കുറേ ചെടികളൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പോട്ടായിരുന്നു. ഞാൻ അതിനകത്തേക്ക് നട്ടു കൊടുക്കുന്നുണ്ട്. ഇത് യെല്ലോ കളറിലെ ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ജമന്തി ചെടിയാണ്. പിന്നെ അതിന് ചെറിയൊരു താങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒടിഞ്ഞു വീഴാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം മഴയത്തൊക്കെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു താങ്ങും കൂടെ കൊടുത്ത് ചെറുതായിട്ടൊന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ കുഞ്ഞിതായിട്ട് കാണുന്നത് സ്റ്റാർ ഡേയ്സിയാണ്. അപ്പോൾ അതും ഒട്ടും ആരോഗ്യമില്ലാതെയൊക്കെ നിൽക്കുക. അപ്പോൾ അതിനും ചെറിയൊരു താങ്ങും കൂടെ കൊടുത്ത് നിർത്തണം. ഫ്ലവറൊക്കെ ആവുന്നതേ ഉള്ളൂ. അതിന് വെയിലത്തുനിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ ഫ്ലവറൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് വലിയൊരു ഹെൽത്ത് ഇല്ലാതെ വളർന്നു വന്നിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വളമൊന്നും ഇല്ലാതിരുന്നുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ കാണുന്നത് ഇതിനി കുറച്ചും കൂടെ ഒരു വലിയ പോട്ടിലോട്ട് മാറ്റി നടുവാണെങ്കിൽ നിറയെ ഫ്ലവേഴ്സൊക്കെ തരും. പിന്നെ ഇതിന് ചെറിയൊരു അരി പോലെ ഉണ്ട്. അത് ഇതിന്ന് തൈകൾ വരുമോയെന്നൊന്നും അറിയത്തില്ല. വെറുതെ പറിച്ച് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ പൂ കാണാനായിട്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എങ്കിലും നല്ല ഭംഗിയാണ്. ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്നത് മഞ്ഞക്കൊങ്ങിണിയുടെ കായാണ്. ഇത് നമ്മുടെ മഞ്ഞക്കൊങ്ങിണിയുടെ കായാണ്. ഇത് കുഞ്ഞിലെയൊക്കെ കുറേ തിന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആ വിത്ത് വീണ് മുളച്ച ഒരു തൈയാണിത്. ഇത് വേറൊരു റോസയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാനതൊന്ന് പറിച്ച് വേറൊരു ചട്ടിയിലോട്ട് നടാൻ വേണ്ടി പോവാണ്. ഇതൊരു 1 മാസം പോലും എടുക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഇതിന് പൂക്കളൊക്കെ ഉണ്ടാകും. നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണിത്. നിറയെ പൂക്കളുണ്ടാവും ഈ പ്ലാന്റിന്. ഇതിൻ്റെയും തൈകൾ വേറെ കയ്യിലുണ്ട്. അങ്ങനെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? മഞ്ഞ കളറിൽ ഇത് നിറച്ച് പൂവുണ്ടാവും. ഇത് വേറൊരു തൈയാണ്. അങ്ങനെ 2-3 തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം കാ വീണ് മുളച്ചതാണ്. ഈ കാണുന്ന ചെടിയുടെ പേര് അക്യുമിനസ് എന്നാണ്. പല പല കളറുകളിലുണ്ട് ഇത് നമ്മുടെ ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ കയ്യാലയുടെ സൈഡിലും അങ്ങനെ നിറയെ വെള്ളമുള്ള സ്ഥലത്ത് കാണുന്ന ഒരുപാട് തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇത്. നല്ല രസം ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട്. ഞാനിതും ഒരു ഹാങ്ങിങ് പോട്ടിലോട്ട് മാറ്റി. ഫ്ലവറൊക്കെ ആവാറായിട്ടുണ്ട്. ഏകദേശം ചെറിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം
ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.